അപ്പോൾ ഞങ്ങൾ ഇന്ന് കടയൊക്കെ അടിച്ചിട്ടൊന്ന് പുറത്തോട്ട് പോവുക. എന്ന് വെച്ചാൽ നമ്മുടെ മിക്സി ഒന്ന് നന്നാക്കണം. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്ന സ്ഥലം നമ്മുടെ സിറ്റി മാർക്കറ്റാണ്, KR മാർക്കറ്റ് എന്ന് പറയും. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഹോൾസെയിലായിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ കയറ്റുമതിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ചിക്പേട്ട എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കാണിക്കാം പോകുന്ന വഴിക്ക്. അപ്പോൾ ഞങ്ങളിവിടെ നമ്മുടെ മാർക്കറ്റിലോട്ട് പോകുന്ന വഴിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോവുകയാണ്. ഇവിടെ നല്ല സേഫാട്ടോ, വണ്ടി വെച്ചാലും നല്ലൊരു വലിയൊരു ഷോപ്പാണ്, അതിൻ്റെ പാർക്കിംഗ് ആണ്. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി പാർക്കിംഗ് വെച്ചിട്ട് താഴോട്ട് നടന്നു പോവാണ്. പോകുന്ന വഴിക്ക് മുഴുവൻ ലൈറ്റിൻ്റെയൊക്കെ കടകളാട്ടോ. അപ്പം നമ്മുടെ മിക്സി നന്നാക്കാൻ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ ഇങ്ങനെ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന കടകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പം അതൊന്ന് നോക്കാൻ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ എന്തായാലും മിക്സി കൊടുക്കാൻ വന്നതാണല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു റോഡ് താഴോട്ട് പോകണം. നേരെ സ്ട്രെയിറ്റ് പോയത് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്തോട്ടാണ് ചെല്ലുന്നത്. ഇപ്പം നമ്മളിവിടെ പോകുന്ന വഴിക്കുണ്ടോ ലൈറ്റിൻ്റെ കടകളാണ്. ഇപ്പം ദീപാവലിയൊക്കെ കഴിഞ്ഞുകൊണ്ടൊന്നും ഭയങ്കര കളക്ഷൻസ് ഉണ്ട് ഇപ്പം, നല്ല നല്ല കണ്ടോ. പിന്നെ നമ്മളെ വീട്ടിലേക്ക് വെക്കുന്ന ലൈറ്റുകളും ഭംഗിയാണ് കാണാൻ. പക്ഷെ ക്യാമറയിൽ അത്രയും ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ ദീപാവലിക്ക് വന്ന പുതിയ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പം സ്റ്റാർ ഇറങ്ങത്തില്ലേ നമ്മുടെ LED വെച്ചിട്ടുള്ള പല പല കളറും അതൊക്കെ ആയിട്ടില്ലേ, ഇതുണ്ടോ സ്റ്റാർ കൂടി ഇട്ടാൽ നല്ല കളറല്ലേ. ഇവിടെ ലൈറ്റിന് മാത്രമേ ഉള്ളൂ തോന്നുന്നു കടകൾ. കണ്ടോ എന്തുമാത്രം ലൈറ്റുകളാണ്, കൊട്ടാരം പോലെയുണ്ട് ലൈറ്റിന്റെ. തന്നെയാണ് പേര്, ഞാൻ ചുമ്മാ പറഞ്ഞത്, അപ്പൊ പേരും അതുപോലെയായി. ഇതാണ് നമ്മൾ മിക്സി കൊടുക്കുന്ന കട. അപ്പൊ അവര് തരുന്നില്ലേ മിക്സി? സെയിലിങ്ങും ഉണ്ട് അവിടെ. അതുണ്ട് നമ്മുടെ മിക്സി അവിടെ ഇരിപ്പുണ്ട്. ഇന്ന് കിട്ടത്തില്ല, വേറെ ദിവസം വരണം. പിന്നെ പിന്നെയും താഴോട്ട് പോകുമ്പോൾ ഇത് തന്നെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഓരോരോ ഇപ്പം ചിക്പേട്ട എന്ന് പറഞ്ഞാൽ ഡ്രസ്സിന്റെ കളക്ഷൻ. ഇപ്പം നമ്മൾ പോകുന്നത് മാമൂൽപേട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെയാണ് നമ്മുടെ ക്രിസ്മസ് ഐറ്റംസ് എല്ലാം കിട്ടുന്നത്. അതായത് അപ്പൂപ്പന്റെ ഡ്രസ്സ് മുതൽ എന്തൊക്കെ നമുക്ക് വേണം സെറ്റുകൾ. പിന്നെ പോകുന്ന വഴിക്ക് കമ്മല്, മാല, വള അങ്ങനെയൊക്കെയാണ് മുഴുവനും. കണ്ടോ എന്തുമാത്രം. ഇത് നമ്മള് ഓൺലൈൻ നോക്കിയപ്പോ എത്ര 500, 600 അല്ലേ? പിന്നെ കണ്ടോ നമ്മുടെ ഇതെന്താ ഓട്ട് വിളക്ക് അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഒന്നും കടകളാണ്. ഒരെണ്ണം കണ്ടാൽ അത് തന്നെയായിരിക്കും ആ ഏരിയ മുഴുവനും. ഓട്ട് പാത്രം, അങ്ങനെ നിലവിളക്ക് അങ്ങനത്തെ ഒക്കെ. പിന്നെ ഇത് മാറ്റുകള് നല്ല ഭംഗിയാ, പൂക്കളും അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ കൊറോണ വന്നുകൊണ്ടാണ് ഇതിൽ നടക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ശ്വാസം വിടാൻ പറ്റില്ല, അതുപോലെ ജനങ്ങളായിരിക്കും ഇവിടെ. വണ്ടികളും നമുക്കൊരു കട പോലും നോക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ കടയിൽ എത്തി കേട്ടോ. അതുണ്ടോ നമ്മൾ കയറി സെക്കൻഡ് ഫ്ലോറിലാണ് ഈ കട ഇരിക്കുന്നത്. കണ്ടോ എന്തുമാത്രമാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമുക്ക്. ട്രീകൾ എന്തോരാന്ന് പറയാം. അവർ കവറൊന്നും പൊട്ടിച്ചിട്ട് പോലും ഇല്ല. ഞങ്ങൾ ചെന്നപ്പം എല്ലാം എടുത്ത് വെക്കുന്നേ ഉള്ളൂ. ഇവിടെ നിന്നാണ് തോന്നുന്നു പല കടകളിലേക്കും കൊണ്ടുപോകുന്നത്. വാങ്ങിച്ചത് എന്ത് ഭംഗിയാ. നമുക്ക് ഒരു ട്രീ ഉണ്ട്, അടിപൊളിയാ. പക്ഷെ നല്ല വിലയുണ്ടല്ലേ, 4000. പക്ഷെ ശരിക്കും വില 8000 അല്ലേ? ഇതാ 4000. 8000 അല്ലേ? ഇതിനാന്ന് തോന്നുന്നു 8000 പറഞ്ഞത്. അല്ല ഞാൻ ചോദിച്ചത് ശരിക്കും ഉള്ള വിലയാ. ഇപ്പൊ കടയിലെ വില അറിയത്തില്ല, ഉണ്ടാവും. നല്ല വിലയുണ്ടായിന്. സ്റ്റാറിന്റെ കൊട്ടാരം. സ്റ്റാർ മാത്രല്ലേ എന്തൊക്കെ വേണോ അതിനകത്ത്. എന്റെ ദൈവമേ, ഒരു കുഞ്ഞു കടയാ. പക്ഷെ കാണുമ്പോ ഒന്നുമില്ല, പക്ഷെ കേറുമ്പോഴാണ് അതിനുള്ളിലുള്ളത് ബോക്സ് കണക്കിന്. ഇവിടെ ഇങ്ങനെ ഓരോ ബണ്ടിലായിട്ടാന്ന് തോന്നുന്നു ആൾക്കാർ വാങ്ങിച്ചോണ്ട് പോകുന്നത് കടകളിൽ വിൽക്കാൻ വേണ്ടി. കണ്ടോ നമുക്ക് അവിടെ ചെന്നപ്പം എന്താ വാങ്ങണ്ടേ, ഏതൊക്കെയാ വേണ്ടതെന്ന് പോലുള്ളൊരു കൺഫ്യൂഷൻ ആയി. അതുപോലെ കാര്യം എടുക്കും. എന്റെ ഉമ്മ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇത്രയൊക്കെ ഐറ്റംസ് അവിടെ ഉണ്ടെന്ന്. ക്രിസ്മസിന് ഇത്രയൊക്കെ ഉപയോഗിക്കുന്ന പോലും ഇപ്പോഴാണ് അറിയുന്നത്. നമ്മുടെ സ്നോമാൻ ഇത് നമ്മളെടുത്തായിരുന്നു ഒന്ന്. പിന്നെന്താ ഇത് നമ്മളെടുത്തില്ല, ക്രിസ്മസ് ബെല്ലാണ് കൂടുതലും അടുത്തല്ലേ. എന്തു മാത്രമല്ലേ ബോള്
ബോള് വേറൊക്കെ ഉണ്ടായിരുന്നു. വൈറ്റ് ബോൾ ഇരിക്കുന്നു. ഞാനത് വാങ്ങിക്കണം എന്ന് ഓർത്തോ, അത് മറന്നുപോയി. ഞാനത് നമ്മൾ എടുത്തത്. ഇതെടുത്തിട്ടില്ലല്ലോ. ഇതും എടുത്തിട്ടില്ല. ഇതെടുത്തിട്ടില്ല. ഇതാ ഞാൻ നോക്കി എടുക്കാം, പക്ഷെ മറന്നുപോയി. സ്നോ നമ്മളന്നേരം പുറത്തോട്ട് ഇറങ്ങിയില്ലേ വേറെ നോക്കാൻ വേണ്ടി. സ്റ്റാർ എങ്ങാണ്ട് നോക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. അപ്പം ഇതെടുക്കാൻ വേണ്ടി എടുക്കാൻ വിചാരിച്ചില്ല. ഞാനിതാ കൊടുത്ത, പക്ഷെ മറന്നുപോയി. പക്ഷെ വേറെ എടുത്തുപോയി. നിങ്ങൾ അതിന് പകരം കളർ എടുത്തുപോയി. എൻ്റെ ബെല്ലുകള്, ഈ ബെല്ലിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവര് ബർത്ത്ഡേന്റെ സാധനങ്ങൾ അതുണ്ട്. കാരണം ഞാൻ അവിടെ പോയപ്പോ ബലൂൺസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേന്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. ഹാപ്പി ബർത്ത്ഡേ സെറ്റ് എന്നൊക്കെ എഴുതി. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസമല്ലേ ഉള്ളൂ. അതാണ് കണ്ടോ ഈ ഒരു ബോള്, അതും അടിപൊളിയായിരുന്നു. നമുക്കത് ഇട്ടാൽ മതി. ഇത് നല്ലതായിരുന്നു. ഇത് നമ്മൾ എടുത്തില്ലല്ലോ. എനിക്ക് ഇഷ്ടമായത് ഇതാ. ഇതാണ് എടുക്കാൻ പോയത്, എടുത്തത് മാറിപ്പോയി. പിന്നെ ചെക്ക് ചെയ്യാനൊന്നും പറ്റിയില്ലല്ലോ. എല്ലാം നമ്മളന്നേരം പുറത്ത് പോയിട്ട് അടുത്ത നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അടുത്ത സ്റ്റാറുകൾ എന്ത് ഭംഗി. ഇത് ഒന്നൊന്നായിട്ട് കിട്ടത്തില്ല, ഭയങ്കര വിലയതിന്. പിന്നെ ഇത് നല്ല ഭംഗിയായി. ഇതും ഞാൻ ഒരെണ്ണം എടുക്കണം, പക്ഷെ അതും പറ്റിയില്ല. ഇതിന്റെ ചെറുതുണ്ടായിരുന്നു റീലൊക്കെ തൂക്കിയിടാൻ. ഇതെന്താ എനിക്ക് അറിയത്തില്ല. അപ്പൂപ്പനാണ് കളർ, പക്ഷെ എന്താ വിലയിരിക്കുന്നത്. പിന്നെന്താ, പക്ഷെ നല്ല ഭംഗിയാ. ഇത് നമ്മുടെ അടുത്തുണ്ട്. ഇത് 2 വർഷമായിട്ട് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ബ്ലാക്കും വൈറ്റും ആണുള്ളൂ. ഒരു ദിവസം കാണിക്കാട്ടോ. ഡോറിലിരിക്കുന്നത് ഇത്രയും വർഷമായിട്ട് മറ്റേ ക്യാപ്പ് ഉണ്ട് തല വെക്കുന്നത്. ഇവിടെ മുഴുവനുണ്ട്. അതല്ലാണ്ട് കുറേ ഉണ്ട്. ക്യാൻഡിൽസ്, ബലൂൺസ്, ദൂരം ബലൂൺസ് ആണെന്നറിയോ. ഈ ബോൾസ് തന്നെയാണ് ഒരു സെക്ഷൻ. ഭംഗിയ ബോളുകൾ കാണാം. അതും ചെറുത്ത് കുന്നിക്കുരു പോലെ തൊട്ട് വലിയത് വരെ ഉണ്ട്. ആന പോലെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഇതൊരു സെറ്റാ. ഇതിന് എത്ര 200 ഭയങ്കര വില വരണം. 450 രൂപ. പിന്നെ നമ്മുടെ ഉണ്ണീഷ സെറ്റ് ഉണ്ടോ, കുഞ്ഞിന് തൊട്ടുണ്ട്. പക്ഷെ 1000 അല്ലേ പറഞ്ഞു. പക്ഷെ അവരെല്ലാരും വെച്ചിട്ടില്ല, കുറച്ച് ആൾക്കാരുള്ളൂ. കുറച്ചേ ഉള്ളൂ. ആട്ടിടയന്മാരൊന്നും എല്ലാം തന്നെ ഇല്ലാന്ന് തോന്നുന്നു. ഇത് നമ്മളെടുത്തായിരുന്നു. ഇത് കണ്ടോ, നമ്മൾ മേടിച്ചതിന്റെ പല കളർ അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ മേടിച്ച ഗോൾഡ് സ്റ്റാർ. ഇതിന് 200 അതോ 100 അല്ല 90 രൂപ. 90 രൂപ. പിന്നെ ഒരു വലിയതിനാണ് 220 രൂപ പറഞ്ഞത്. ശരിയാ. റെഡ് കളർ വരുന്നു. അപ്പൂപ്പനൊക്കെ ഇരിക്കുന്നേ ഭയങ്കര രസമല്ല. അപ്പൂപ്പന്റെ ഡ്രസ്സ് കാണാൻ എന്ത് രസം. അതുണ്ടോ, അടിപൊളിയല്ലേ. പക്ഷെ ഇത് വലിയവരാന്ന് തോന്നുന്നു. പിള്ളേരുണ്ട്. സാന്റാ സൈസ്. പിന്നെ എന്താ, ഇപ്പൊ ഈ വർഷത്തിന് അപ്പൂപ്പന്റെ ഡ്രസ്സിന്റെ ആവശ്യമില്ലല്ലോ. അത് കാര്യമില്ല, കറികളില്ല, ഒന്നുമില്ല. ചുമ്മാ വീട്ടിലൊരു ഇട്ടടക്ക. ഇത് വേറെ ഒന്ന് എന്തൊക്കെ സ്റ്റിക്കറാന്ന് തോന്നുന്നു. കുഞ്ഞു 10 രൂപ ഉള്ളൂ. അതിന് 10 രൂപ ഉള്ളൂ ഒരെണ്ണത്തിനാ. അതൊരു പാക്കായിട്ട് തരത്തുള്ളൂ. ഇതുണ്ട്. ഈ സ്റ്റാറിനാണ് 220 രൂപ. അല്ല, ഇതിന് 210. ലാഭം 220 രൂപയ്ക്ക് ഇത് ലാഭമാവും. കടയിലാണ് കിട്ടത്തില്ല. സ്റ്റാറാ. ഇതിന് എത്ര? 100 രൂപയാ. 100 രൂപ. ഇതിന് 100. വേറെ ഒന്നിന് 220. ഉണ്ടോ, ആ പടം ഉള്ളതാണ് 220 രൂപ. 250 എങ്ങാണ്ട്. 150. ഇത് അല്ല, ഇതിന് 250. അതിന് ഏറ്റവും കൂടുതൽ റേറ്റ് എന്ന് പുള്ളി പറഞ്ഞായിരുന്നു. ഇത് സ്റ്റാർ. എന്ത് രസാ. നല്ല വിലയാലേ ഞാൻ വാങ്ങിക്കുമായിരുന്നു. ഭയങ്കര റേറ്റ് ആയിരുന്നു അതിന്. 450 രൂപയ്ക്ക് അവർ പറയുന്നത്. പക്ഷെ ഈ ട്രീ ആണ് ഏറ്റവും ഭയങ്കര ഉള്ള ഒരു അട്രാക്ഷൻ. ഇത് ഭംഗിയല്ലേ. നമുക്ക് ആ പെർപ്പലിന്റെ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ കണ്ടോ ആ സൈഡിലിരിക്കുന്നത്? അത് ട്രീ അല്ലല്ലോ. അല്ല, ഇത് കണ്ടോ, അത് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കാലത്തെ. പക്ഷെ ഇപ്പോഴും ട്രീയിൽ ചുറ്റിയിരിക്കുക. ഇതിപ്പം പോയി, അതിന്റെ കളറൊക്കെ പോയി. ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ റെഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് മൾട്ടി കളർ ട്രീ ഭയങ്കര ഇഷ്ടമായി. എന്ത് ഭംഗിയല്ലേ. പക്ഷെ അതിനെക്കാട്ടും ഇഷ്ടം ഈ ലൈറ്റ് കത്തുന്നത്. എന്തോ മുട്ടുകൾ ഇങ്ങനെ വിരിഞ്ഞു വരുന്ന പോലെ. ഇതടുത്ത ബെല്ല്. ഇത് നമ്മളെടുത്തില്ലേ അമ്മ? എന്തോരമാണോ, എത്ര നോക്കിയാലും എവിടെ നോക്കിയാലും പുറത്തിറങ്ങിയാലും അത്. പക്ഷെ ഈ ഒരു കടയാണ് ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ സാധനം ഉള്ളത് നമ്മൾ കണ്ടതല്ലേ. നമ്മൾ ചെന്നപ്പോ ഇത് ഓപ്പൺ ആയതേ ഉള്ളൂ തോന്നുന്നു. എല്ലാം അടുക്കി വെക്കുമായിരുന്നു, കെട്ടിപ്പിറക്കി വെക്കുന്നുള്ളൂ. നാളെയൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാല് കുത്താൻ പറ്റുമെന്ന് അറിയത്തില്ല, അതുപോലെ തിരക്കായിരിക്കും. അപ്പൊ നമ്മൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ ചേട്ടന്മാരെ എടുത്തോളെ.
ഇന്ന് പോയത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. ഇതുണ്ടോ സ്നോ സ്പ്രേ? എന്തൊക്കെ ഐറ്റം അല്ലേ. സ്നോ സ്പ്രേ ഉണ്ടാവും. അപ്പോൾ രാവിലെ നല്ല സ്പ്രേ അടിക്കാൻ പറ്റും. സ്നോ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ ഇതാന്ന് തോന്നുന്നു നമ്മളെടുത്തേ അല്ലേ അമ്മ? ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റാറും നല്ല ഇതിനൊക്കെ ഈ പോലെ ഇരിക്കും. ഇതിന് വേറെ കളറുണ്ട്. ഇട്ടാൽ മതി, എവിടെ നിന്ന് നോക്കിയാലും അത് കാണും ആ യെല്ലോ കളർ. പക്ഷെ അതിൻ്റെ വേറെ കളറുണ്ട്, ബ്ലൂവും റെഡൊക്കെ. ബ്ലൂ ഒന്നും കൊള്ളത്തില്ല. ഇത് എനിക്ക് അറിയത്തില്ല, ഞാൻ ചുമ്മാ ട്രെയിനിടാൻ എനിക്ക് തോന്നുന്നത് ഈ ബർത്ത്ഡേക്കൊക്കെ ഡെക്കറേറ്റ് ബർത്ത്ഡേയിലാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്, കുഞ്ഞിതാ. ഞാൻ പള്ളിയിലൊക്കെ ഉദ്ഘാടനമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കത്തിയിലൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്യുന്നതാന്ന് തോന്നുന്നു. ട്രീലിട്ടിട്ട് കണ്ടു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ എനിക്കത് അത്ര ഇഷ്ടമായിട്ടില്ല. ട്രീലിടാൻ കൊള്ളത്തില്ല. നമുക്ക് എന്തെങ്കിലും അങ്ങനെ രൂപത്തിൻ്റെ അടുത്തോ അങ്ങനെയൊക്കെ ഇടാൻ നല്ലതല്ലേ. അങ്ങനെ ഞങ്ങൾ എവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ച് നടക്കുവാണ്. പിന്നെ ഇതല്ല ചിക്പേട്ട. ഇവിടെ സാരി കേന്ദ്രം. സാരി മാത്രമല്ല എല്ലാം ഉണ്ട്. ഡ്രസ്സിന്റെ ടോപ്പൊക്കെ അറിയിക്കാൻ പറ്റത്തില്ല. 250 സ്റ്റാർട്ടിങ്. അത് അടിപൊളി ടോപ്പില്ലേ നമ്മുടെ. നമുക്ക് കട കയറാ ചുമ്മാല്ലേ. ബാഗുകളും ഉണ്ടോ? ഈ റെഡ് ബാഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് 250. ഏതെടുത്താലും 250. അങ്ങനെയാണ് പറഞ്ഞത്. ലാഭം വേണ്ട. അപ്പം ഡ്രസ്സ് ഉണ്ട് ഈ തൂക്കിയിട്ട്. ഇതിനൊക്കെ എന്ത് രസമാണ് കാണാൻ. ഇതെന്തോ കട? ഇതുണ്ട് സുദർശൻ. ഇത് വലിയൊരു തുണിക്കടയാണ്, സാരിക്കട. സാരി മാത്രമല്ല എല്ലാം ഉണ്ട്. വെഡിങ് കളക്ഷൻ മുഴുവനും കിട്ടും. ഇവിടെയാണ് എല്ലാവരും വന്ന് ഇങ്ങനെ കല്യാണ സാരിയൊക്കെ എടുക്കുന്നത്. നല്ല സൈസ് അല്ല, നല്ല സാരികളുണ്ട് ഇവിടെ. ഏത് റേറ്റിലും കിട്ടുമെന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇത്. അപ്പൊ ഞങ്ങളൊരു കടയിൽ കയറിയതുണ്ട് ഡ്രസ്സിന്റെ. ചുമ്മാ ഒന്ന് കയറിയതാട്ടോ. എന്ത് ഭംഗിയാണ് ഡ്രസ്സ്. അവര് മൊത്തം ഹാൻഡിക്രാഫ്റ്റ് ആണ്. ആ വർക്കുള്ള ചുരിദാർ നമ്മുടെ ഈ ഡ്രസ്സൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ എങ്ങനെയായാലും ഒരു 1500-2000 രൂപയെങ്കിലും കിട്ടും. കൂടി വന്ന് ഒരു 1800 രൂപയിലാണ്ട് കിട്ടത്തില്ല. പിങ്ക് ഇതിന് 850 രൂപ. നല്ല വർക്കാണ്. അതിന്റെ ഷോളൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണ്. അത് 850. ഇത് ഈ മഞ്ഞ 750. ഷോളിന് മാറ്റമുണ്ട് വർക്കും. ഇത് 750. ഇത് 850. ഈ പിങ്കും വൈറ്റും എന്ത് അതിന്റെ വർക്ക് നെക്കിലൊക്കെ വർക്ക് എന്ത് 850. നല്ല ലാഭമായത്. പിന്നെ വേറെ വേറെ ഇതൊക്കെ സാധാരണ 350, 550 ഒക്കെ ഉള്ളൂ കോട്ടന്റെ ഡ്രസ്സ്. നല്ല രസമുണ്ട്. പച്ചയും നല്ല പച്ച എന്ത് ഭംഗിയാണ്. ഷോളല്ല ഷോൾ ഇഷ്ടം. ഷോളല്ല, ഇതിന്റെ ആ വർക്കൊക്കെ ഇഷ്ടമായി. അത് 750 പറഞ്ഞ പുള്ളി. ഇതും അടിപൊളിയാണ്. ഇതല്ലേ നമ്മളിപ്പോ കണ്ടേ? ഇത് ഇതും 850. പിങ്കിന്റെ യെല്ലോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി ഷോളും കണ്ടോ. ഡ്രസ്സ് അടിപൊളി. പക്ഷെ റേറ്റ് നല്ല ഡ്രസ്സുമാണ്. ഇവിടുന്ന് ഇങ്ങനെ ഹോൾസെയിലായിട്ട് നാട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് നമ്മുടെ നാട്ടിലോട്ട് ഡ്രസ്സൊക്കെ പോകുന്നത്. ഒത്തിരി പോകുന്നുണ്ട്. അവർ പറഞ്ഞു തൃശ്ശൂരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരു കടയിൽ പോയപ്പോൾ അവർ പറഞ്ഞത് തൃശ്ശൂരോട്ട് അവർ കാണിച്ചു തന്നു പേരൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് എത്ര പീസ് എടുക്കണം കേട്ടോ. അന്നപ്പോൾ നമുക്ക് നല്ല ലാഭത്തിൽ കിട്ടും. കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ് മെറ്റീരിയലാണ് ഇതും. അത് 850 രൂപ എന്ന് പറഞ്ഞാൽ നല്ല ലാഭം കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ എല്ലാം വർക്ക് അടിപൊളിയാണ്. എല്ലാ ഹാൻഡിക്രാഫ്റ്റ് പക്ഷെ അടിപൊളിയാണ്. ഒരു എവിടെയും കിട്ടത്തില്ല 850 രൂപത്തിന് ഇത്ര നല്ല ഡ്രസ്സുകൾ. മെറ്റീരിയൽ ഡ്രസ് മെറ്റീരിയൽ ഉണ്ടോ? ഈ ബ്ലൂ അടിപൊളിയാ. ഇതിനൊക്കെ എത്രയാ? 650 അത്രയൊക്കെ ഉള്ളു. അതറിയില്ല, അത്ര ഉള്ളു. അടിപൊളിയാ. ഇത് അടിപൊളിയാ. എനിക്ക് ഇഷ്ടമാ. എല്ലാം അടിപൊളിയാ. റെഡ് ഇഷ്ടം. പക്ഷെ എൻ്റെ ഷോൾ എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ വർക്ക് ഉണ്ട് എല്ലാത്തിനും. ഹാൻഡ് വർക്ക് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഫുൾ ഹാൻഡ് വർക്കാണ്. ദുപ്പട്ട വർക്ക് അല്ല ആണോ? എല്ലോ ഇഷ്ടമാണ്. എല്ലോ എൻ്റെ ഫേവറേറ്റ്. ഇഷ്ടമല്ല. ഇതൊക്കെ 550. കോട്ടൺ ആണ് കേട്ടോ. പ്യുവർ കോട്ടൻ്റെ. ഡാർക്ക് ബ്ലൂ അങ്ങനത്തെ ഒക്കെ എന്തോരറിയോ ഒത്തിരി ഉണ്ട്. ഞങ്ങൾ പിന്നെ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ലല്ലോ. ചുമ്മാ ഒന്ന് കയറി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ.
കുറേ കാലമായി ഇങ്ങോട്ട് വന്നിട്ട്. ചുമ്മാ വന്ന് കയറി. പിന്നെ കണ്ട സാരികൾ, ഈ സാരി എത്രയാ പറഞ്ഞ, ഈ നമ്മളെന്താ ഷിഫോൺ 350 അങ്ങനെ അല്ല എന്തോ ഒരു പേരും പറഞ്ഞു. ഷിഫോൺ സാരി 350 രൂപ, 450 രൂപ പറഞ്ഞു. എന്താ പിന്നെയും കമ്മലും മാലയും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ. ഈ ലൈറ്റ് എന്ത് ഭംഗിയാ. നമ്മള് ഇവിടുന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പോവാ കേട്ടോ. പോകുന്ന വഴിക്കുണ്ടോ നമ്മുടെ പോത്തീസ് കണ്ടോ, അതാണ് ഈ കാണുന്ന ഈ വലിയ ലൈറ്റ്. ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. മിക്സി നന്നാക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇത് എവിടെ ചിക്പേട്ടയിലോട്ട് വന്നേക്കുന്നത്. എന്തോരം കളക്ഷൻസ് ആണെന്നറിയോ. കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, കാണിക്കാം. ഞങ്ങളിപ്പോൾ ഷോപ്പിങ്ങിനെല്ലാം പോയി വന്നു കേട്ടോ. അപ്പോൾ ആൽഫ ഇവിടെ ചോറ് കഴിക്കുവാണ്. വിശന്ന് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ചോറ് കഴിക്കുവാണ്. ഞങ്ങൾ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ചില്ല. ചേട്ടായി ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് കയറി വന്നതാണ്. ഇപ്പോഴാണ് ഞങ്ങൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചത് കേട്ടോ. ഇതുണ്ടോ നമ്മളെ ഈ നല്ല ഭംഗിയില്ലേ, ഇത് ഞങ്ങൾ സിറ്റി മാർക്കറ്റിൽ നിന്ന് കട ഓപ്പൺ ആവുന്നതിന് മുന്നേ വാങ്ങിച്ച കേട്ടോ. നല്ല ഭംഗിയില്ലേ, ശരിക്കും ഇങ്ങനെ എന്താ പറയുക, പ്ലാസ്റ്റിക് ആണ്, പക്ഷെ നമ്മുടെ നാച്ചുറൽ പോലെ ഇല്ലേ, നല്ല ഭംഗിയില്ലേ. പിന്നെ ഈ ലൈറ്റൊക്കെ ചേട്ടായി ഇട്ടാ കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മൾ ഡിമാർട്ടിൽ നിന്ന് ദീപാവലിക്ക് വാങ്ങിയതാണ് 2-3 വർഷം മുമ്പ്. എന്നിട്ട് അതിൽ നമ്മൾ എന്താ ലൈറ്റൊക്കെ വാങ്ങിയിട്ട് ചേട്ടായി ചെയ്തതാണ് അതൊക്കെ. അപ്പോൾ നമ്മുടെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഉണ്ടാവും ചെടിയൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു വീട്ടിൽ ഞാനൊന്നും ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല, അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് കിടന്നുറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്ലാനിങ്. നമ്മളിന്ന് വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണിക്കാം എന്തൊക്കെയാണെന്നൊക്കെ. അപ്പം ഞാൻ കാണിക്കാം എന്തൊക്കെയാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ബെല്ല്, നല്ല ഭംഗിയാണ്. ഇത് ഇതിന് എത്ര വില? അല്ല, ഇത് പുറത്ത് നല്ല വിലയല്ലേ അവർ പറഞ്ഞത്. നമുക്ക് നല്ല വില കുറച്ചാണ് തന്നെ കേട്ടോ. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഞാൻ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ മാളിൽ പോയായിരുന്നു. അപ്പോൾ നല്ല വിലയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടില്ല, കാരണം ട്രീ മാത്രം വാങ്ങിച്ചിട്ട് വന്നു. നമുക്ക് ഇത് ഒരെണ്ണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ഒരെണ്ണത്തിന് തന്നെ നല്ല വിലയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ടാന്ന് വെച്ചു, ആഗ്രഹം ഒഴിവാക്കി. ഇന്ന് പോയപ്പോൾ ഇത് കിട്ടി. നല്ല രസമാണ് കാണാൻ തന്നെ, നല്ല ഭംഗിയാണ് കാണാൻ. ഷൈനിങ് ഉണ്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മളില്ലേ ഡിസംബറൊക്കെ ആവില്ല, ക്രിസ്മസ് ഒക്കെ ആവുമ്പം ആ ഒരു സമയത്ത് നമുക്ക് ഇതൊക്കെ ഈ വഴിയിലൊക്കെ ഇങ്ങനെ വെച്ച് വിൽക്കുന്നുണ്ടായിരുന്നു, പള്ളികളുടെ സൈഡിലൊക്കെ. പക്ഷെ അത്ര നല്ലതൊന്നുമല്ല, കളറൊക്കെ പോവും. ഇത് കണ്ടത് ഇങ്ങനെ കളറൊന്നും പോകത്തില്ല, നല്ല ഇതാണ്. നല്ല ബെല്ലും. വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ അവരും നമ്മൾ പേർഷ്യ നമുക്ക് കിട്ടും, ഈ വഴി സൈഡിലൊക്കെ വിൽക്കുന്ന പുൽക്കൂടും എല്ലാ സംഭവങ്ങളും കിട്ടും. നമ്മൾ ശിവാജി നഗർ ആ ഭാഗത്തൊക്കെ പണ്ടൊക്കെ അങ്ങനെ പോയി വാങ്ങിക്കാറുണ്ടായിരുന്നു. കണ്ട, അപ്പോൾ ഒന്ന് ഇതാണ്. അപ്പോൾ ഇതെല്ലാം പാക്കിംഗ് ആയിരുന്നു കേട്ടോ. നല്ല അവർ കൊണ്ടുവന്ന ബോക്സ് പൊട്ടിച്ചിട്ടാണ് നമുക്ക് ഓരോന്നും എടുത്തു തന്നത്. ഇത് പാക്കിംഗ് ആയിരുന്നു. ഇതിപ്പോൾ ഞാൻ പാക്കെല്ലാം ഇവിടെ നിന്ന് മാറ്റിയത് കേട്ടോ. അത്രയും പുതിയ പീസ് എന്ന് തന്നെ പറയാം, വന്നിറക്കിയതേ ഉള്ളൂ. അപ്പം ഞങ്ങളാന്ന് തോന്നുന്നു ഫസ്റ്റ് തന്നെ അവിടെ എത്തിയത്. നമ്മൾ ആ മിക്സി കൊടുത്തിട്ട് ആ വഴി ഇങ്ങനെ പോയതാ. ഇങ്ങനെ ഇതുവരെ മാർക്കറ്റിൽ ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് പോയിട്ടുമില്ല. അപ്പം നമുക്ക് മാറ്റിയെടുക്കാം. അപ്പം അടുത്ത നമ്മുടെ ഒരു കുഞ്ഞു ബെല്ല കേട്ടോ. അത് തന്നെ നമ്മളിപ്പോൾ വലിയത് കണ്ടില്ല, അതിൽ കുഞ്ഞത് ട്രീല് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതൊക്കെ നല്ല വില കുറച്ച് അവർ തന്നെ. ഞാൻ കാണിക്കാം, നമ്മൾ വാങ്ങിച്ച മൊത്തം സാധനങ്ങൾ വാങ്ങിയിട്ടും നമുക്ക് 1200 രൂപയ്ക്ക് തന്നു. ശരിക്കും നമ്മളിതൊരു കടയിൽ പോയിട്ട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 4000 അത്രയൊക്കെ വരും. കാരണം കിട്ടത്തില്ല. നമ്മൾ പല കടയിലും പോയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നതാണ്. ഞാൻ പണ്ടൊക്കെ ഭയങ്കര ആഗ്രഹം വന്നു, അന്നേരം നല്ല വിലയായിരുന്നു. അപ്പോൾ ഇതാണൊന്ന്. രണ്ടാമത്തെ പിന്നെയും വെള്ള പല കളേഴ്സ് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. വേറെ വേറെ കളറൊക്കെ ആയിട്ട് ഇത് നമുക്ക് ട്രീയിലിടാൻ പറ്റിയത്. ഒന്ന് വേറെ ബെല്ല്, വേറെ സ്നോമാൻ. നല്ല സ്ഥലമാണ്, നല്ല ഭംഗിയുണ്ട്. ഇത് 6 എണ്ണ കിട്ടി, ഒരു പാക്കറ്റ് 6 എണ്ണ കിട്ടി.
അവിടുന്നാണ് എല്ലാ കടകളിലേക്കും ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് കേട്ടോ. അതൊരു വലിയൊരു ഗോഡൗണും കടയും കൂടെയാണ്. അതുപോലെ സാധനങ്ങളാണ്, എന്തോരാന്നറിയോ. പിന്നെ ഇത് അടുത്തത്, ഇതും നമുക്ക് നല്ല കളേഴ്സ് അല്ലേ? ഒരേ കളർ അല്ല അല്ലേ? പല കളർ അല്ല, ഇത് രണ്ടെണ്ണം ഒരേ കളർ. ഇതും ഒരേ കളർ. ഇത് പിങ്ക് ഒന്നും ഉള്ളു, അതും ഇല്ല. ഇത് വന്നാ ഇത് രണ്ടും മാത്രം വേറെ. ഇത് 9 എണ്ണം ഉണ്ട്. പിന്നെ അടുത്തത് ഇതെന്തോ സാധനം? നല്ല ഭംഗി. ഇത് ആപ്പിള്. ഇതോ? ഇതല്ലേ? ആപ്പിളാണോ? വെൽവെറ്റ് പോലെ ഉണ്ട്. ഇതിൻ്റെ വലിയതുണ്ടായിരുന്നു അവിടെ, ഈ ഇതിൻ്റെ ആപ്പിളിൻ്റെ. അപ്പോൾ ഇതും ഒരെണ്ണം വാങ്ങി. ഇത് എത്ര എണ്ണം ഉണ്ട്? ഇത് 9 എണ്ണം അല്ല 12 എണ്ണം ഉണ്ട്. പിന്നെ അടുത്ത നമ്മുടെ അപ്പൂപ്പൻ്റെ ഡ്രസ്സും എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ? സ്റ്റാർ എന്തോരോ നല്ല വിലക്കുറവാണ് സ്റ്റാറിനൊക്കെ. അവിടെ നിന്നാണ് കടകളിലേക്കെല്ലാം കൊണ്ടുപോയിട്ട് നല്ല ഇരട്ടി വിലക്കുറവ് വിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് അവിടെ പോയത് കൊണ്ട് കിട്ടിയതാട്ടോ. പിന്നെ ഇത് 6 എണ്ണം ഒരു പാക്കറ്റ്. ഇതിന്റെ വലുത് അങ്ങനെ ഇതിനെക്കാട്ടി വലുതുണ്ട്. പക്ഷെ നമുക്കിപ്പോ ട്രീയിലിടാൻ അത് മതിയല്ലോ. ഇത് നമ്മുടെ ഇത് ഹാങ്ങിങ് തന്നെ തൂക്കിയിടുന്നതാണ്. ഒരു റീത്ത് മോഡൽ, ബെല്ലും ബോൾസും ആണ്. പക്ഷെ ബാക്ക് സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട്, ബാക്ക് ബോൾ പോലെ ഉണ്ട്. പക്ഷെ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് കണ്ടോ. ഇതും ഒരു റീത്താണ്. നമ്മുടെ ഡോറിലൊക്കെ വേണം നമുക്ക് ഇങ്ങനെ തൂക്കിയിടാം. അല്ലെങ്കിൽ അങ്ങനെ ഡോറിൻ്റെ നമ്മൾ കയറി വരുന്നില്ല അവിടെയൊക്കെ ഇങ്ങനെ വെക്കാം. വേണ്ട, ഒരു അപ്പൂപ്പനും ഉണ്ട് ഇതിൽ. മറ്റേതിലുണ്ട്. അതിലൊരു ഗോൾഡ് കളറാണ്. ഇവിടെയുണ്ട് അപ്പൂപ്പൻ, ഇവിടെയുണ്ട്. ഇതാണ് അടുത്ത ഒന്ന്. അടുത്ത നമ്മുടെ ബോളാണ്. കണ്ടോ, വലിയ ബോള്. എത്ര കളറാ? എല്ലാം ഓരോരോ കളറാ. 6 കളർ. വലിയതാണ്. നമുക്ക് നല്ല വിലയുണ്ട് പുറത്ത്. ഇതൊന്ന് വാങ്ങി. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ക്രിസ്മസ് തന്നെ ആയി. അടുത്ത ബോള്. ഇത് പിന്നെ ഇച്ചിരി ഷൈനിങ് ഉണ്ട്. ബോളൊന്നും നമ്മൾ വാങ്ങിയില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം പല ബോളും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. എന്തോരാന്ന് പറഞ്ഞാൽ മഞ്ഞ് പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു. ഇതടുത്തത്. പിന്നെ നമ്മുടെ സ്റ്റാർ ഇല്ലേ, നല്ല ക്യൂട്ടായിട്ടില്ല, കുഞ്ഞു കുഞ്ഞു സ്റ്റാർ. ഹാങ്ങിങ് തന്നെയാണ്. സ്റ്റാർ നല്ല രസമാണ് കാണാൻ. എന്താ നല്ല ചോട്ടാ സ്റ്റാർ. പിന്നെ എത്ര എണ്ണം ഉണ്ട്? 12 ഉണ്ടോ? എല്ലാം 12ന്റെ കണക്കാണ്. 12 അല്ല 6 കണക്കാണ്. പിന്നെ ഇത് റെയിൻഡിയേഴ്സ്. എന്തോ അതുപോലെ തന്നെ അല്ലേ, സ്റ്റാറിന്റെ അതേപോലെ തന്നെ കളർ. നല്ല ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് സിൽവർ ഏറ്റവും ഭംഗി ഇതില്. ശരിക്കും ഇത് വലിയതുണ്ടാവും. ലൈറ്റ് ഉള്ളതുണ്ടായിരുന്നു ഇതിന്റെ തന്നെ ലൈറ്റ് ഉള്ളത്. അതിന് 3000 അല്ലേ? 3000 എത്രയാണ്? നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈറ്റ് വരും, നീല ലൈറ്റ്. ഇതും ഒരു ബെല്ലാണ്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതൊരു ബെല്ല്. മേരി ക്രിസ്മസ്. കണ്ടോ, ഇതാ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിലൊരു അപ്പൂപ്പനുണ്ട്. ഇതിന്റെ പിങ്ക് അപ്പൂപ്പന. അപ്പൂപ്പൻ ഇല്ലാത്ത കേസ്. പക്ഷെ വേറെ വേറെ കളറ് വേണം. ഇതിന് പിങ്ക് കളറ്. ഇതുണ്ട് നമ്മുടെ സ്വർണ്ണമാല. നമുക്ക് കടയിൽ ഫ്രീ ആയിട്ട് തന്നതാ ഒരു സ്വർണ്ണമാല. കേട്ടോ, നമ്മുടെ ട്രീയിലിടുന്ന മാലയാണ്. വലിയതാട്ടോ മാല. ഇത് അവർ വിൽക്കുന്ന 140 രൂപയ്ക്കാണ്. സിൽവറും ഉണ്ട്, എല്ലാ കളറും ഉണ്ടായിരുന്നു. ഗ്രീൻ ഉണ്ട്, എല്ലാ കളറും തന്നെ ഉണ്ട് അവിടെ. കണ്ടായിരുന്നോ? വലുതാണ്. ഇത് വെള്ളപ്പത്തെടുക്കണ്ട, കഴുത്തേലിടാം. ഇപ്പൊ മൊത്തം ഞാൻ പുറത്തെടുക്കുന്നില്ല കേട്ടോ, അതിന് പെയിന്റ് എങ്ങാനും പോയാലോ. ഇപ്പൊ കണ്ട. പിന്നെ വാങ്ങിച്ചത് ഇങ്ങനത്തെ ഇതാണ്. നമ്മൾ ട്രീയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇടത്തില്ലേ, ഇങ്ങനെ ചുറ്റി
അതിന് വേണ്ടിയിട്ട് ഇതൊരു ഡസൻ ആട്ടോ, അങ്ങനെയാണ് അവിടുന്ന് കിട്ടിയത്. നമ്മുടെ ഹോൾസെയിൽ കടയായതുകൊണ്ട് ഇങ്ങനെ തരത്തുള്ളൂ, നമുക്ക് ഒന്നൊന്നായിട്ട് പൊട്ടിച്ച് തരത്തില്ല. അപ്പൊ ഇതൊക്കെ നല്ല വിലക്കുറവിലാണ് കിട്ടിയത്. കടയിലാണെങ്കിൽ ഇത് ഒരെണ്ണത്തിന് 60 രൂപ എന്നാണ് പറഞ്ഞത്, ഇതുപോലത്തെ ഒരെണ്ണത്തിന് ഇത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ തന്നെ റെഡ് വാങ്ങി, അതും ഒരു ഡസനാണ്. പിന്നെ അതിൻ്റെ സിൽവർ, പിന്നെ ഗ്രീനും റെഡുമാണ് നമ്മുടെ ക്രിസ്മസിന് നമ്മൾ. പിന്നെ ഗോൾഡും ഉണ്ടല്ലോ ഇപ്പോൾ, ഇതെല്ലൊക്കെ ഗോൾഡ് കളറില്ല. ഇത്ര സംഭവങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ട്രീ ആണ്. കഴിഞ്ഞ വർഷമല്ല, 2 വർഷമായി വാങ്ങിച്ചിട്ട്. അപ്പം കടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഇതുണ്ടോ? അപ്പോൾ ഇത് നാളെ ഇത് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ലൈറ്റുകളൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിയതുണ്ടായിരുന്നു, അതുകൊണ്ട് അതൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ കട ഡിസംബറിലായിരുന്നു ഞങ്ങളുടെ കട ഓപ്പണിങ്ങും. നമ്മുടെ ഒന്ന് പുതുക്കി എടുത്തിട്ട്, അപ്പോൾ ആ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളും എല്ലാം കൂടി ആയപ്പോൾ കുറച്ച് ലൈറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കടയിൽ ഇടാനും എല്ലാത്തിനും കൂടെ. അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ലൈറ്റൊന്നും വാങ്ങിയിട്ടില്ല, വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു, ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് വേറെ കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം ഇന്നൊരു കുഞ്ഞു ഷോപ്പിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വേറൊരു ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.